വേണുവിനെ കൊന്നത് തന്നെയാണ്. ഇത് പലപ്പോഴും മാധ്യമങ്ങൾ തുറന്നു പറഞ്ഞു, വേണുവിന്റെ കുടുംബം പറഞ്ഞു, വേണുവിന്റെ മരണമൊഴി പോലെ കരുതേണ്ട ആ ഓഡിയോ ക്ലിപ്പ് പറഞ്ഞു. എന്നിട്ടും ഒന്നും മനസ്സിലാകാത്തത് നമ്മുടെ സർക്കാരിനാണ്. ഇപ്പൊ പക്ഷേ ഇതാ ഡോക്ടർ ഹാരിസ്, പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടുപോയ ഒരു പാവം ഡോക്ടർ, അദ്ദേഹവും മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും തുറന്നു പറയുകയാണ്. ഇപ്പോൾ ആ തുറന്നു പറച്ചിൽ വരുമ്പോൾ ഹാരിസിന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മുമ്പും പറഞ്ഞിരുന്നു, ഹാരിസ് പറഞ്ഞ വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഓപ്പറേഷൻ തിയേറ്ററിലെ ഉപകരണങ്ങൾ അടക്കം ഇല്ല എന്ന് പറയുന്നതിന്റെ സാഹചര്യവും, അതില്ലാത്തത് കാരണം ഓപ്പറേഷൻ മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹാരിസിനെതിരെ നടപടി സ്വീകരിക്കുവാൻ ശ്രമിച്ച സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്തരത്തിലുള്ള ആരോഗ്യ വകുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത്. കേരളം 1-ാം നമ്പർ, ഇത് ക്ലീശിയ വാചകമാണ് എങ്കിൽ കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളം 1-ാം നമ്പർ എന്ന് പറഞ്ഞ ആരോഗ്യ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും 1-ാം നമ്പർ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ആരോഗ്യ മേഖല ഇതാ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ കണ്ടിട്ട്, ഈ പൈശാചിക പ്രവർത്തനങ്ങൾ കണ്ടിട്ട് സത്യത്തിൽ മനസ്സലിയാത്തവർ ഈ സർക്കാരിലുള്ളവർ മാത്രമായിരിക്കും. ഈ സർക്കാരിന്റെ ഭരണസാന്നിധ്യം ഏറ്റെടുത്തവർ മാത്രമായിരിക്കും. പിണറായിക്കും പിണറായിയുടെ ആരോഗ്യമന്ത്രിക്കും കണ്ണു തുറക്കാൻ കഴിയാതായി പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഈ കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ എന്ന് പറയപ്പെടേണ്ടി വരുന്നവർ. ഇവർക്ക് മാത്രമാണ് മനസ്സിലാകാത്തത് ഇവിടെ എന്താണ് നടക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ ഒരു വട്ടമെങ്കിലും പോയവർക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയും അപക്വമായിട്ടുള്ള പെരുമാറ്റങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അടക്കമുള്ള, നിങ്ങളടക്കമുള്ള ഓരോരുത്തരും ഈ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസമെങ്കിലും പോയി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് മനസ്സിലായി, അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ടാണ് ഈ ഡോക്ടർ ഹാരിസ് പറയുന്നതിനോട് നമുക്ക് ചിലപ്പോൾ യോജിപ്പ് തോന്നുന്നത്. മെഡിക്കൽ കോളേജിലെ മോശം സാഹചര്യത്തെക്കുറിച്ച് വീണ്ടും തുറന്നു പറയേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ വേണുവിന്റെ മരണമാണ്. ആ തുറന്നു പറച്ചിലുകൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കടുത്ത അതൃപ്തി ഉണ്ടാകുന്നു അവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്. അതുകൊണ്ട് തന്നെ വീണ്ടും ഹാരിസിനോട് ചോദ്യം ചോദിക്കുന്നു, വിശദീകരണം ചോദിക്കാൻ പോവുകയാണ്. സത്യം പറയുന്നവനെ ക്രൂശിക്കപ്പെടുന്ന സമീപനം സ്വീകരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളതിൽ 99%. അതിലൊന്നാണ് നമ്മുടെ സർക്കാർ. നമ്മുടെ സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ചെയ്തു കൂട്ടുന്ന ഈ കുൽസിത പ്രവർത്തികൾ, തൊടുനായങ്ങൾ, ഇവയൊക്കെ വിളിച്ചു പറയാൻ കാട്ടുന്ന ധൈര്യത്തെ ഇവർ ആ വാമൂടി കെട്ടിക്കുവാൻ ശ്രമിക്കുന്നു. കാരണം ഇവിടെ എന്ത് അതിക്രമവും നടക്കും, എന്ത് അക്രമവും നടക്കും, ഏത് തരത്തിലുള്ള കുൽസിത പ്രവർത്തിയും നടക്കും. വെട്ടിപ്പും തട്ടിപ്പും ഈ പറയുന്ന കൈക്കൂലി വാങ്ങൽ അടക്കം നടക്കുന്നത് ഈ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അവിടെ ഒരു ഡോക്ടറിനെ പരിചയമുണ്ടെങ്കിൽ മാത്രം ചികിത്സ ലഭിക്കുന്ന സംവിധാനത്തിലേക്ക് തരം താഴ്ന്നു പോകുന്ന ഒരു ഇടമായി നമ്മുടെ ഈ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അനുഭവം ഉണ്ടായിരിക്കും. തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ഓരോരുത്തർക്കും അനുഭവം ഉണ്ടായിരിക്കും. ഇവിടുത്തെ അത്യാഹിത വിഭാഗത്തിലോ മറ്റു മേഖലകളിലോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന അനാസ്ഥയെക്കുറിച്ച് വിളിച്ചു പറയേണ്ടി വരും. പക്ഷെ പാവപ്പെട്ടവർ, ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാത്തവരായതുകൊണ്ട് തന്നെ ആരോട് പേർ പ്രതിഷേധിക്കും, ആരോട് പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ട് ഈ പറയുന്ന ഡോക്ടർമാർ എന്ന് പറയപ്പെടുന്ന ചെകുത്താന്മാർ പറയുന്നത് കേട്ടിട്ട് തിരികെ പോകുന്നവരാണ്. അവിടുത്തെ കമ്പൗണ്ടർമാരും അറ്റൻഡർമാരും നഴ്സുമാരും ഈ പറയുന്ന സെക്യൂരിറ്റി സ്റ്റാഫ് അടക്കം ഡോക്ടർമാരടക്കം ഗുണ്ടകളാണ്. ഇവന്മാരുടെ ക്രിമിനൽ പ്രവർത്തനമാണ് ഇതിനകത്ത് നടക്കുന്നത്. രാത്രികാലങ്ങളിൽ നടക്കുന്ന അവിടുത്തെ അവിഹിത പ്രവർത്തനങ്ങളടക്കം കണ്ടുപിടിക്കേണ്ടതാണ്. അതിന് ഈ സർക്കാരിന് നട്ടലുണ്ടോ? ആ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവിടെ കൂട്ടിരിപ്പുകാരടക്കം രോഗികളടക്കമുള്ളവരോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ അതൊന്നും ആരും കണ്ടുപിടിക്കില്ല, ആരും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കില്ല. സത്യം വിളിച്ചു പറയുന്നവനെ ക്രൂശിക്കും, കുരിശിലേറ്റും. അതാണ് നമ്മുടെ നാട്. ഇവിടെ ഇപ്പോ ഡോക്ടർ ഹാരിസിന് സംഭവിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കുവാനുള്ള സാധ്യത തേടുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആദ്യത്തെ പരിപാടി. അതാണ് ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് പുറത്തുള്ള പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ച വിഷയമാണത്. ആ വിഷയത്തിന് ഒരു വിശദീകരണം വേണമോ എന്ന് ചോദിച്ചാൽ അതിന്റെ നിയമസാധ്യത എന്താണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഹാരിസിനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് രോഗികൾ തറയിൽ കിടക്കുന്നത് പ്രാകൃതമെന്ന് വിമർശിച്ച ഹാരിസ് മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്ര സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല, നേരത്തെ അദ്ദേഹം ഈ യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോ ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള വേണു മരിച്ചതിൽ അനാസ്ഥയുണ്ട് എന്നും കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി ഹാരിസ് കൂടി ഉറപ്പിച്ച് പറഞ്ഞു, ഡോക്ടർ ഹാരിസ് കൂടി ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ആ അനാസ്ഥയെ തുറന്നു കാണിക്കുമ്പോൾ ഇവിടെ അനാസ്ഥയില്ല, ഞങ്ങൾ നമ്പർ 1 ആണ്.
നാണമില്ലാത്ത കുറെ ഡോക്ടർമാരും വൃത്തികെട്ട ഒരു സർക്കാരും കഴിവില്ലാത്ത കഴിവുകെട്ട ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇതാണ് ഇപ്പോൾ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് മാറ്റം വരേണ്ടത്. സത്യത്തിൽ മെഡിക്കൽ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എന്ത് നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്? മെഡിക്കൽ സെന്റർ, ഈ പറയുന്ന മെഡിക്കൽ കോളേജിനുള്ളിൽ എന്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്? ഡോക്ടർമാരുടെ, ഈ നഴ്സുമാരുടെ സേവനങ്ങൾ അടക്കം. ആരുടെ ഔദാര്യമല്ല ഈ രോഗികൾക്ക് നിങ്ങളുടെ പരിചരണം എന്ന് പറയപ്പെടുന്നത്. ഒരു സർക്കാർ നിങ്ങൾക്ക് ശമ്പളം നൽകി, നിങ്ങൾക്ക് വേണ്ടത് ചെലവും നൽകി അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന രോഗികൾ ആരാണെങ്കിലും 1 രൂപയ്ക്ക് ഗതിയില്ലാത്തവൻ പോലും വന്നാൽ പോലും അവനെ സഹായിച്ച് അവനെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ നഴ്സുമാരടക്കം ഡോക്ടർമാരടക്കമുള്ളവരുടെ അവരെ അവിടെ നമ്മുടെ കരം കൊടുത്ത പണം കൊടുത്ത് നിങ്ങളെ അവിടെ നിയമിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പക്ഷെ അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന തെണ്ടിത്തരം കാണിക്കുന്നത്. ഇവിടെ കൊല്ലം പല്ലനയിൽ നിന്നും വന്ന് തിരുവനന്തപുരത്ത് ചികിത്സ തേടി വരേണ്ടി വന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വേണുവുമായി ബന്ധപ്പെട്ടിട്ട്. കൊല്ലത്ത് മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയുമുണ്ട്. ഇതെല്ലാം താണ്ടിയാണ് ഈ വേണുവിനെ ഇവിടേക്ക് വരേണ്ടി വന്നത് എന്നുള്ളത്. ഏറ്റവും അധികം ആധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ സെന്റർ സൗകര്യങ്ങൾ എവിടെയാണുള്ളത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? തറയിൽ കിടത്തേണ്ടി വന്ന ഗതികളിലേക്ക് എത്തി. നമുക്കറിയാം, ഞാനതാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയുമായി നിങ്ങളുടെ അമ്മയോ അച്ഛനെയോ നിങ്ങളുടെ സഹോദരങ്ങൾ ആരെങ്കിലും കൊണ്ട് ഒരു പ്രാവശ്യം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാൻ ഒരു ഇടം കിട്ടില്ല. തറയിൽ ഏതെങ്കിലും ഒരിടത്ത്, ചിലപ്പോൾ ശൗചാലയത്തിന് തൊട്ടടുത്തായിരിക്കും നിങ്ങൾക്ക് കിടക്കേണ്ടി വരും. അത് ഡോക്ടർമാർ, ഈ PG പഠിക്കുന്ന പിള്ളേരടക്കം പറഞ്ഞാൽ അവിടെ കിടത്തിയേക്കാൻ. അതാ സ്ഥിതിവിശേഷം. ഇത്രയും ഗതികെട്ട തരത്തിലേക്ക് പോകുന്ന ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ മാറ്റം വരേണ്ടതല്ലേ? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വേണുവിനെ കൊണ്ടുവന്ന് തറയിൽ കിടത്തുന്നു. അവിടെ 1, 2, 28 വാർഡുകളിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, സംസ്കാരമുള്ള ആർക്കും പോകാൻ പറ്റില്ല. ശ്വാസം മുട്ടലുള്ള ക്യാൻസർ ബാധിച്ച ആളെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് ആദ്യം പറയുക. 1986 മുതൽ ഇവിടെ ഈ ചികിത്സാലയം, ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയപ്പെടുന്ന ചികിത്സാലയം ഇന്ന് ആധുനികവൽക്കരിക്കപ്പെടുന്ന ഈ തരത്തിൽ എത്തിക്കുന്ന ഈ അവസ്ഥയിൽ പോലും ഗതികേടിന്റെ ഒരു പാഠമായി, ഒരു പാഠശാലയായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും, കാലം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും പ്രാകൃതമായിട്ടുള്ള നിലവാരത്തിലേക്ക് തന്നെയാണ് മെഡിക്കൽ കോളേജ് എത്തപ്പെട്ടിട്ടുള്ളതാണ്. മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉറപ്പാക്കേണ്ടതാണ്. പക്ഷെ ഒരിക്കലും നമുക്കറിയാം, ഇവിടെ എല്ലായിടത്തും ഓരോ മെഡിക്കൽ കോളേജുകൾ അങ്ങ് തുടങ്ങിയാൽ മതി. പക്ഷേ പട്ടി പെറ്റതുപോലെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിൽ കാര്യമില്ല. പകരം തുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന് കൂടി ഉറപ്പാക്കണം. രോഗികളെത്തിയാൽ അവരെ കിടത്തി ചികിത്സിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം. അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള ചികിത്സ നൽകുവാൻ പറ്റിയിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടാകണം. ഇതൊന്നുമില്ലാത്ത ഒരു സംവിധാനത്തിന്റെ കീഴിലായി പോകരുത് ഈ മെഡിക്കൽ കോളേജുകൾ. അശ്രണരായിട്ടുള്ള, ഒരു തരത്തിലും സഹായിക്കാൻ കഴിയാത്ത, അന്നത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയപ്പെടുന്നത്. ആ മെഡിക്കൽ കോളേജുകളെ ഇത്തരത്തിൽ തരം താഴ്ത്തിയാൽ, ഇങ്ങനെ ആതുര ശുശ്രൂഷാലയം എന്ന് പറഞ്ഞെടുക്കുന്ന ഈ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ആശുപത്രികൾ എന്ന് പറയപ്പെടുന്നത് ഗതികേടിന്റെ ഇടങ്ങളായി തീരുന്നത് വല്ലാത്ത കരുണയില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടെ കോന്നിയിൽ മെഡിക്കൽ കോളേജിൽ, ആ കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെ 500 കോടിയോളം രൂപ ചെലവായി എന്നാണ് പറയപ്പെടുന്നത്. 500 കോടിയോളം രൂപ. എന്നിട്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? അവിടെ ഇന്ന് വരെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല. കുറവ് തന്നെയാണ്. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് പരിമിതികളുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് ഓമന പേരുകൾ നൽകിയിട്ട് പല കെട്ടിടങ്ങളും വാർത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കെട്ടിടങ്ങളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുവാൻ, ഇത് നോക്കിക്കാണുവാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി ഈ ആരോഗ്യമന്ത്രിക്ക്. ഒരു നിമിഷം നിങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ, മാറി മാറി ഈ പറയുന്ന അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് സാധാരണക്കാരന്റെ ഹൃദയത്തോട് പറയുവാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. ആ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിൽ എപ്പോഴെങ്കിലും ഒന്ന് ചെന്ന് നോക്കിയാൽ അറിയാം, ജീവന് വേണ്ടി തുടിക്കുന്ന, ജീവന് വേണ്ടി കരയുന്ന മനുഷ്യരെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഒരു വട്ടം നിങ്ങൾ അവിടെ ചെല്ലൂ. അതിനുള്ളൊരു മനസാക്ഷിയെങ്കിലും ഉണ്ടാകട്ടെ ഈ ആരോഗ്യമന്ത്രിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും മൾട്ടി സ്പെഷ്യാലിറ്റിയും മെഡിക്കൽ കോളേജുകളും ഉണ്ടായിട്ട് കാര്യമില്ല. ഉണ്ടാക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള, കിടത്തി ചികിത്സിക്കുവാനുള്ള കിടക്കകൾ അടക്കം ഉണ്ടാകണം. തറയിൽ കിടത്തിയല്ല രോഗികളെ ചികിത്സിക്കേണ്ടത്.
തറയിൽ പോലും കിടക്കാൻ ഇടമില്ലാത്തതാണ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. കൊണ്ടുപോകുന്ന രോഗികളെ തറയിൽ പോലും കിടത്താൻ കഴിയാതെ വരുമ്പോൾ അവിടെ നിന്ന് മറ്റുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കുവാനുള്ള കഴിവില്ലാത്തവരാണ് ഭൂരിപക്ഷവും അവിടെ. എന്നിട്ട് പോലും കടം വാങ്ങിയും വീട് പണയപ്പെടുത്തിയും ഒക്കെ അമ്മമാരെയും അച്ഛന്മാരെയും ചികിത്സിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പല മക്കളും എത്തിച്ചേരുന്നത് ഈ മെഡിക്കൽ കോളേജിന്റെ ഈ ശോചനീയാവസ്ഥ കൊണ്ടാണ്. ഇതിനാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കോട്ടയത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ചികിത്സാ സംവിധാനങ്ങൾ രൂപീകരിക്കൂ. ഇവിടെ ഈ ഡോക്ടർ ഹാരിസിനുണ്ടായതുപോലുള്ള വിഷമതകൾ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇവിടെ ഈ അനാസ്ഥ കാരണം തന്നെയാണ് വേണു മരണപ്പെട്ടതെന്ന്. ഒരു ഡോക്ടറിനെങ്കിലും അങ്ങനെ ഒരു സത്യം വിളിച്ചു പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ വർഗശത്രു എന്ന് ചിലപ്പോൾ നിങ്ങൾ മുദ്ര കുത്തിയേക്കാം. അദ്ദേഹം വർഗശത്രുവല്ല, അദ്ദേഹം മനുഷ്യസ്നേഹിയാണ്. ഒരു ഡോക്ടറായി എന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു മാതൃക കൂടിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആ ഹാരിസ് ചിറക്കലിനെ നിങ്ങൾ തെറി വിളിക്കൂ, നിങ്ങൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ കല്ലെറിയൂ. കാരണം നിങ്ങളെല്ലാം പാപം ചെയ്തവരാണ്. പാപിയല്ലാത്ത ഒരാൾ സത്യം തുറന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു, അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ പോകുന്നു. ഇതൊന്നുമല്ല ആവശ്യം. ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജുകളിൽ ഇനിയും വേണുമാർ മരിക്കാതിരിക്കട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടാകട്ടെ. അത് കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ആരോഗ്യ മന്ത്രി നടപ്പിലാക്കട്ടെ. ഇതിനെല്ലാം കുടപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഇതൊന്നും കണ്ടിട്ടും കാണാതിരിക്കുന്ന ഒരു സർക്കാരും കണ്ണു തുറക്കൂ.